ഹായ് ഹലോ. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ശ്രീനാരായണ ഗുരു യൂണിവേഴ്സിറ്റിയുടെ PGയുടെ ഫസ്റ്റ് സെമസ്റ്ററിലെ മലയാള കവിത ആണ്. അതായത് ആധുനിക സമകാല കവിതാ സാഹിത്യത്തിൻ്റെ ആ പേപ്പറാണ് പഠിക്കാൻ പോകുന്നത്. അതിനകത്ത് എന്താണ് കാൽപ്പനികത, ഫസ്റ്റ് ബ്ലോക്കിൽ കാൽപ്പനികത എന്താണ്, കാൽപ്പനിക കവിതകൾ, അതിനകത്ത് വിലാപകാവ്യം എന്താണ്, ഒരു വിലാപകാവ്യം എന്ന കവിത, ഇതാണ് ഇന്നത്തെ ഈ പോർഷനിൽ പഠിക്കുന്നത്. ഓക്കെ, ഈ വീഡിയോയിൽ നമുക്ക് പറഞ്ഞു പോകാം. എന്താണ് കാൽപ്പനികത? കാൽപ്പനികത എന്താണ്? ഒരു വ്യക്തിയുടെ വികാരങ്ങൾക്കായിരുന്നു കാൽപ്പനികതയിൽ പ്രാധാന്യം നൽകിയിരുന്നത്. പിന്നെന്താ, അന്നത്തെ പ്രകൃതിയുടെ വംശീയ സൗന്ദര്യം ഈ വരികളിൽ നിറഞ്ഞു നിന്നിരുന്നു. അത്തരമൊരു സ്വർണ്ണ കാലഘട്ടമായിരുന്നു എന്തെന്ന് പറയുന്നത് കാൽപ്പനികത കാലഘട്ടം, അഥവാ റൊമാൻറ്റിസം എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കിനി എന്താണ് ആ കാലഘട്ടത്തിൻ്റെ സവിശേഷതയെന്ന് പറഞ്ഞുതരാം. വികാരങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകിയിരുന്നു. അതായത് തീവ്രമായ വികാരം, മനുഷ്യൻ്റെ തീവ്രമായ വികാരങ്ങൾ, സ്നേഹം, സങ്കടം, അന്നിങ്ങനെ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് കവിതകളിൽ വന്നിട്ടുള്ളത്. ഇനി അടുത്ത് പ്രകൃതി സ്നേഹം. അടുത്ത സവിശേഷതയാണ് പ്രകൃതി സ്നേഹം. പ്രകൃതിയെ ജീവനുള്ള സാന്നിധ്യമായും മനുഷ്യൻ്റെ വികാരങ്ങളുടെ പ്രതിഫലനമായും കണ്ടു. വ്യക്തി സ്വാതന്ത്ര്യം, പിന്നെ കൊടുത്തേക്കുന്ന സവിശേഷത എന്ന് പറഞ്ഞാൽ വ്യക്തി സ്വാതന്ത്ര്യമാണ് നമുക്ക് ഈ കവിതകളിൽ കാണാൻ കഴിയുന്നത്. സമൂഹത്തിൻ്റെ കർശന നിയമങ്ങളെ ചോദ്യം ചെയ്ത് വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തിനും ഭാവനയ്ക്കും പ്രാധാന്യം നൽകി. ഇതാണ് അതിൻ്റെ പ്രത്യേകത. ഓക്കെ, അന്നത്തെ പ്രമുഖ കവികളായിരുന്നു ഏതിൻ്റെ കാൽപ്പനികതയിലെ പ്രമുഖ കവികളായിരുന്നു ചങ്ങമ്പുഴ കൃഷ്ണപിള്ള, എടപ്പള്ളി രാഘവൻ പിള്ള, കുമാരനാശാൻ, ജി ശങ്കരക്കുറുപ്പ്. ഇവരൊക്കെയായിരുന്നു കാൽപ്പനികതയിലെ ഏറ്റവും പ്രമുഖരായ കവികൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്താണ് ഒരു വിലാപകാവ്യം അല്ലെങ്കിൽ വിലാപകാവ്യം എന്താണെന്ന് പറയാം. വിലാപം എന്നാൽ ദുഃഖഭാരത്തോടു കൂടി നിലവിളിക്കുക എന്നാണ് അർത്ഥം വരുന്നത്. അപ്പോൾ ആ പേര് പോലെ തന്നെ എന്താണ്, വിലപിച്ചുകൊണ്ട് കവികൾ എഴുതപ്പെടുന്ന കവിതകളെ എന്തെന്ന് പറയാം? വിലാപകാവ്യം എന്ന് പറയാം. ആ വികാരങ്ങൾക്ക്, തൻ്റെ വികാരം അല്ലെങ്കിൽ തൻ്റെ കാമുകിയുടെ വേർപാട്, അല്ലെങ്കിൽ തൻ്റെ സഹോദരൻ, അല്ലെങ്കിൽ തൻ്റെ അമ്മ, അങ്ങനെ അടുത്തുള്ള അല്ലെങ്കിൽ പ്രണയത്തിൻ്റെ വേർപാട്, ഇങ്ങനെ തുടങ്ങിയ പല വിഷമമായ വിലാപപരമായ വികാരങ്ങളെ, തൻ്റെ ദുഃഖമെന്ന വികാരത്തെ എടുത്തുകാട്ടുകയാണ് വിലാപകാവ്യത്തിലുടനീളം. വിലാപകാവ്യത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് ദുഃഖത്തിൽ തുടങ്ങി ദർശനത്തിൽ അല്ലെങ്കിൽ അത് ആത്മീയതയിൽ അവസാനിക്കുക എന്നത്. പിന്നെ കാവ്യത്തിൻ്റെ ഒരു പ്രത്യേകത കൂടിയാണ്. പാശ്ചാത്യ സാഹിത്യത്തിനെ അനുകരിച്ചാണ് ആദ്യം വിലാപകാവ്യം എത്തിയത്. വ്യക്തിപരമായ വിഷമങ്ങൾക്കാണ് പ്രാധാന്യം നൽകിയതെന്ന് നമ്മൾ പറഞ്ഞല്ലോ. അതാണ് ഈ ഒരു വിലാപകാവ്യം എന്ന കവിതയിൽ നമ്മൾക്ക് കാണാൻ കഴിയുന്നത്. ഇതെന്ന് പറഞ്ഞാൽ ഈ കവിതയിൽ നമുക്കിനി വി സി ബാലകൃഷ്ണ പണിക്കരുടെ ഒരു വിലാപം എന്ന കവിത നോക്കാം. അതിൻ്റെ ഈ കവിത എഴുതാനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത്, തൻ്റെ അമ്മ കോളറ ബാധിച്ച് മരിക്കുമ്പോൾ ആ ശരീരത്തിൻ്റെ അരികിലിരുന്ന് ദുഃഖിതനായിരിക്കുന്ന അച്ഛൻ്റെ കാഴ്ചപ്പാട്, ആ അച്ഛൻ്റെ കാഴ്ചപ്പാടിലൂടെ പോകുന്ന കവിതയായിട്ടാണ് ഇതിനെ കാണുന്നത്. ഓക്കെ, ഇതിൻ്റെ ആദ്യ അവസാനങ്ങളിലെല്ലാം തന്നെ, ആദ്യം മുതൽ അവസാനം വരെ കവിതയിൽ വിലാപം തന്നെയാണ്. തൻ്റെ പ്രിയതമ പോയതിൻ്റെ വിലാപമായിട്ടാണ് പറയുന്നത്. ഈ ഒരു വാദം കൂടാതെ ഒരു വാദം കൂടിയുണ്ട്. ഈ കവിതയെ എഴുതാനുണ്ടായ മറ്റൊരു സാഹചര്യം കൂടി പറയുന്നുണ്ട്. തൃശ്ശൂരിലുള്ള തൻ്റെ കാമുകി മരിച്ചതിനെ തുടർന്ന് കൂടിയാണ് ഈ കവിത എഴുതിയെന്ന് കുറച്ച് വായനക്കാർ കൂടി മറ്റൊരു വാദം പറയുന്നുണ്ട്. എന്നാൽ നമ്മൾക്ക് ഈ കവിത വായിക്കുന്നതോറും നമുക്ക് മനസ്സിലാവുന്നത് അമ്മയുടെ വേർപാട് പോലെ തന്നെയാണ് മാക്സിമം നമുക്ക് തോന്നുന്നത്. ഓക്കെ, നമുക്ക് ഈ കവിത എന്താണെന്ന് നോക്കാം. തിങ്ങിപ്പൊങ്ങും തമസിൽ കടലിലൊരു കുടം പോലെ ഭൂചക്രവാളം എന്ന് തുടങ്ങുന്ന വരിയുടെ അർത്ഥം എന്ന് വെച്ചാൽ ഇത്രയും. ആ വരി നമുക്ക് കവിത ഫുള്ളായിട്ട് പറഞ്ഞു പോകുന്നില്ല. എന്താണ് ഈ കവിതയുടെ ഒരു പൊരുൾ എന്ന് നമുക്ക് പറഞ്ഞു പോകാം. കാര്യം പരീക്ഷ എത്തുമ്പോൾ നിങ്ങൾക്ക് വളരെ എളുപ്പം, എക്സാമിന് വളരെ എളുപ്പം എഴുതാവുന്ന രീതിയിൽ നമുക്ക് പറഞ്ഞു പോകാം. അതിൽ നിന്ന് പറഞ്ഞാൽ, കടലിലൊരു കുടം മുങ്ങുന്നത് പോലെ ഭൂചക്രവാളം ഇരുട്ടിലായി.
ഇരുട്ട് മൂടിയ പ്രകൃതിയുടെ തനി പകർപ്പെന്ന മട്ടിൽ ദുഃഖം കൊണ്ട് മൗനത്താൽ മൂടപ്പെട്ടവനായ ഒരുവനിരിക്കുന്നു. ഭൂമിയിലെങ്ങും ഇരുട്ട് വ്യാപിച്ചതിനെ ഭൂമി ആകമാനം ഇരുട്ടിൽ മുങ്ങിയതായി പറയുന്നു. ഭൂമണ്ഡലം ഇരുട്ടിൽ മുഴുകുന്നതിനെ അനന്തമായ കടലിൽ ഒരു കുടം മുങ്ങുന്നതിനോട് ഉപമിക്കുന്നു. ഇരുട്ടിൽ ഭീകരതയും സമുദ്രത്തിൽ ആഴവുമെല്ലാം സന്ദർഭമനുസരിച്ച് ഗൗരവത്തെ നിഗൂഢതയും പ്രതിദാനം ചെയ്യുന്നു. കഠിനമായ ദുഃഖം മൂലം മൗനമായിരിക്കുന്ന പുരുഷൻ ഇരുട്ടുമൂടിയ വിശ്വപ്രപഞ്ചത്തിൻ്റെ പ്രതിബിംബമാണെന്ന് ശങ്കിക്കുകയാണ് ഉൽപ്രേക്ഷ. ഇതിലെന്താണെന്നാൽ ആ ദുഃഖത്തിൽ തൻ്റെ ഭാര്യ മരിച്ചായിരിക്കുന്നതിൽ താൻ മുഴുവനായി ഫുള്ളായിട്ട് എന്ത് ചെയ്യുന്നു? ഇരുട്ടിലേക്ക് ഇറങ്ങിപ്പോയിരിക്കുന്നു, അല്ലെ ഇരുട്ടിൻ്റെ ആഴങ്ങളിലേക്ക് താൻ പോയിരിക്കുന്നു എന്നതാണ് കവി ഉദ്ദേശിക്കുന്നത്. തൻ്റെ ഭാര്യയുടെ ആ മരണം തനിക്ക് അത്രത്തോളം വിഷമം ഉണ്ടായിട്ടുണ്ടെന്നും തന്നെ ഒരു ഇരുട്ടിലേക്ക് ചവിട്ടിത്താഴ്ത്തപ്പെടുകയാണെന്നും അദ്ദേഹത്തിന് തോന്നുകയാണ്. ഇനി അടുത്ത എന്താന്നാൽ അപ്പം അദ്ദേഹം ആലോചിക്കുക, അനന്തമായ കടലിൽ ഒരു കുടം മുങ്ങിത്താഴുന്നത് പോലെയാണ് തനിക്ക് തന്നെ തോന്നുന്നത്. അനന്തമായ കവി അങ്ങനെ ഉപമിക്കുന്നത് എന്താണ്? ആ അനന്തമായ കടലിൽ ഒരു കുടം മുങ്ങിപ്പോകുന്നത് പോലെ കവിക്ക് തോന്നുക. ആര്? കവിയുടെ അച്ഛനെ അല്ലെങ്കിൽ ആ കാമുകനെ അങ്ങനെ തോന്നുകയാണ് അദ്ദേഹത്തിന് ചെയ്യുന്നത്. ഇനി അടുത്ത എന്താ? കണ്ണുനീർ നിറച്ചിടം എന്ന് തുടങ്ങുന്ന വരികളിൽ എന്താണ് അതിൽ പറയുന്നതെന്ന് പറഞ്ഞാൽ തൻ്റെ കണ്ണുകൾ നിറഞ്ഞു. പ്രിയതമയുടെ വേർപാടിൽ അവശനായ ഭർത്താവ് ഭാര്യയുടെ നിശ്ചലമായ ശരീരം താങ്ങിയിരിക്കുകയാണ് സന്ദർഭം എന്ന് പറയുന്നത്. ഭർത്താവിൻ്റെ ദയനീയ അവസ്ഥയിൽ അതിസൂക്ഷ്മമായി വിവരിക്കുകയാണ് ഇവിടെ. പ്രിയതമയുടെ വേർപാട് മൂലം അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ എന്ത് ചെയ്യുന്നുണ്ട്? നിറഞ്ഞു. എന്നാൽ എന്ത് ചെയ്യുന്നില്ല? അദ്ദേഹത്തിൻ്റെ കണ്ണ് നിറഞ്ഞിട്ടും നിറഞ്ഞ് ഒഴുകുന്നില്ല. ഇങ്ങനെയല്ല അദ്ദേഹം ഇതിനകത്ത് പറയുന്നുണ്ട്. എന്താണ്? തൻ്റെ സംസാര ദുഃഖമെല്ലാം ദുഃഖിക്കുന്ന അയാൾ നിലത്ത് പൊടി പുരണ്ട് ജീവനില്ലാതെ കിടക്കുന്ന ഭാര്യയുടെ മൃദുലമായ മേനി താങ്ങിക്കൊണ്ട് വേറൊന്നും ചെയ്യാനില്ലാതെ ഇരിക്കുന്നു. ഭർത്താവിൻ്റെ ദയനീയ അവസ്ഥയെ അതിസൂക്ഷ്മമായി വിവരിക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നത്. ഓക്കെ, തൻ്റെ വിഷമം അത്രത്തോളം ഉണ്ടെന്ന് ഈ വരികളിൽ വളരെ വ്യക്തമാണ്. കണ്ണുനീർ നിറഞ്ഞിട്ടും എന്താണ്? എണ്ണി തൻ്റെ എണ്ണി ശ്വാസം വിട്ടെന്താണ് താൻ നെടുവീർപ്പിടുകയാണെന്ന് പറയണം. വല്ലാണ്ട് ആ ദുഃഖത്തിൽ ആഴ്ന്നു പോകുകയാണ്. തൻ്റെ ഭാര്യ എന്താണ്? എല്ലാ ചൈതന്യങ്ങളും ഇല്ലാതായിട്ട് അവിടെ എന്താണ്? വാടി തളർന്ന് കിടക്കുന്നതായിട്ട് കവിക്ക് തോന്നുന്നു. ആ ശരീരം താങ്ങിയിരുന്നു കൊണ്ട് താൻ അത്രത്തോളം വിഷമിച്ചിരിക്കുകയാണെന്ന് അദ്ദേഹം പറയുക. ഇനി അടുത്ത വരി എന്ന് പറയാൻ, നാട്ടാരെല്ലാം വിഷു ചീല ലഹളയിലിരുന്നിടും. എന്താണ് നാട്ടുകാരെല്ലാം എന്ന് പറഞ്ഞാൽ വിഷു ചീക എന്ന് വെച്ചാൽ കോളറ. നാട്ടിലുള്ളവരെല്ലാം എന്താണ്? കോളറ ബാധിച്ച് മരിച്ചുകൊണ്ടിരിക്കുന്ന കാലമാണ്. അപ്പം എല്ലാവരും അപ്പം എന്താ പറയുന്നത്? കോളറ രോഗത്തിൽ എല്ലാവരും ജീവൻ വെടിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ്. അതേ രോഗബാധിതയാൽ തൻ്റെ ഭാര്യയും അന്തരിച്ച് കഴിഞ്ഞിരിക്കുന്നു എന്ന് കവി പറയുന്നു. കവി എന്ന് പറയുമ്പോൾ കവി ആരുടെ കാഴ്ചപ്പാടിലാണ്? ആ അച്ഛൻ്റെ കാഴ്ചപ്പാടിൽ, നായകൻ്റെ കാഴ്ചപ്പാടിലാണ് കാണുന്നത്. ഈ വർഷകാലം പേടിയുണർത്തുന്ന സമയമാണ്. കത്തുന്ന വിളക്കിൻ്റെ തിരി ഒന്ന് നീട്ടിക്കൊടുക്കാൻ പോലും ശേഷിയില്ലാത്ത ഇരിക്കുകയാണ് അയാൾ വിളക്കിന് നേർക്ക്. നാട്ടിൽ പടർന്നു പിടിച്ച വിഷുചീക, അതായത് കോളറ രോഗത്തിൻ്റെ ഭീകരത അവസ്ഥയാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. നിലവിളക്കിൻ്റെ തിരി ഒന്ന് നീട്ടിക്കൊടുക്കാൻ പോലും ശേഷിയില്ലാതിരിക്കുന്ന ഭർത്താവിൻ്റെ സൂക്ഷ്മ ചിത്രം അയാളുടെ നിസ്സഹായമായ അവസ്ഥയെ സൂചിപ്പിക്കുന്നു. ഇനി ഓക്കെ, അത് മനസ്സിലായിക്കാണല്ലോ. എന്താണ്? നാട്ടിൽ മൊത്തം എന്താണ്? കോളറ ബാധിച്ച് മരിക്കുകയാണ് ജനങ്ങളെല്ലാം. അപ്പോൾ അതേ രോഗം ബാധിച്ചിട്ടാണ് എൻ്റെ ഭാര്യയും മരിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആ ദുഃഖത്താൽ എന്താണ്? തൊട്ടടുത്തിരിക്കുന്ന വിളക്കിൻ്റെ തിരി കൂടി ഒന്ന് നീട്ടാൻ പോലുമുള്ള ആപതോ അവസ്ഥയോ ഇല്ലാതിരിക്കുന്ന ഒരു
നിസ്സഹായ അവസ്ഥയിലിരിക്കുന്ന ഒരു നായകനെയാണ് കവി കാണിച്ചു തരുന്നത്. അടുത്ത വരി എന്ന് പറഞ്ഞാൽ ആട്ടോളം കഠോര പ്രകൃതി നടനയിൽ എന്ന് തുടങ്ങുന്ന വരികളാണ് 4ാമത്തെ വരി. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ പ്രകൃതിയുടെ ഭയാനക ബാഹ്യലീലകളൊന്നും തന്നെ ഭാര്യാവിയോഗത്തിൽ ദുഃഖിച്ചിരിക്കുന്ന ഭർത്താവിനെ അശ്ലേഷം ബാധിക്കുന്നില്ല. എന്താണ്? കൂമൻ മൂളുന്നുണ്ട്, കൂവുന്നു, ഓക്കെ. അതിനകത്ത് കുറേ പറയുന്നുണ്ട്. കൂമൻ മൂളുന്നതോ കുറ്റിച്ചൂളാൻ ചിറകടിച്ചു കൊണ്ട് പോകുന്നതോ ഒന്നും അയാൾ അറിയുന്നില്ല. ഇതൊന്നും അദ്ദേഹത്തിനെ ബാധിക്കുന്നില്ല. പ്രേമം, വിഭ്രാന്തി, താപം, ഭയമീ ഒന്നും ഇദ്ദേഹത്തിലേക്ക് ഏൽക്കുന്നില്ല. തൻ്റെ സ്നേഹത്തിൻ്റെയും ജീവിതത്തിൻ്റെ അന്ത്യമായെന്ന തിരിച്ചറിവിൽ സ്തംഭിച്ചിരിക്കുകയാണ് അയാൾ. ഓക്കെ, അയാൾ മനസ്സിലായോ? അയാൾക്ക് ഇതൊന്നും, തൻ്റെ ഭാര്യ മരിച്ചതിൽ അത്രത്തോളം ദുഃഖത്തിലിരിക്കുന്ന അദ്ദേഹത്തിന് പ്രകൃതിയിൽ നടക്കുന്ന മാറ്റങ്ങളൊന്നും തന്നെ അദ്ദേഹത്തിനെ ബാധിക്കുന്നില്ല. തനിക്ക് ഇനി ഒരു മരണം മാത്രം സംഭവിച്ചാൽ എന്ന് ചിന്തിച്ച് സ്തംഭിച്ചിരിക്കുകയാണ് അദ്ദേഹം. ഇനി അടുത്ത 5ാമത്തെ വരി എന്ന് പറഞ്ഞാൽ പാരം വീർപ്പിട്ടു ലയ്ക്കുന്ന കൊത്തരിയുമൊരു മുഖം എന്ന് തുടങ്ങുന്ന 5ാമത്തെ വരിയാണ്. അടുത്തതെന്ന് പറഞ്ഞാൽ അതിനകത്ത് പറഞ്ഞാൽ തൻ്റെ ദുഃഖം, ഭയം എന്നിവയെല്ലാം കാണിക്കുന്ന ചേഷ്ടകളാണ് അദ്ദേഹം കാണിക്കുന്നത്. എന്ന് വെച്ചാൽ ദുഃഖത്താൽ നീണ്ടു നെടുവീർപ്പുകൾ തുടരെ ഇടുന്നതിനാൽ അയാളുടെ മുഖം മുലയ്ക്ക് തുല്യമായി എരിയുന്നതായി മാറി. മഴ പെയ്യുന്നത് പോലെ മുത്തിൻ്റെ ശോഭയുള്ള കണ്ണീർ കണങ്ങൾ എപ്പോഴും പുറപ്പെടുവിക്കുന്നതിനാൽ കണ്ണുകൾ കലങ്ങി മറിഞ്ഞു. വിളറിയതും ഒട്ടിയതുമായ കവിൾത്തടം, ചാമ്പൽ പോലെ വിളർത്ത ഉടൽ എന്നിവയോടുകൂടി അയാൾ ഇരുന്നു. ഭർത്താവ് ഈ സന്ദർഭത്തിൽ വൈദ്യുതിയാൽ ഇളകുന്ന പാവയെപ്പോലെയായി മാറി. ദുഃഖം, ഭയം എന്നിവ മൂലം ഞെട്ടുകയും വിറയ്ക്കുകയോ അയാൾ ചെയ്തിരിക്കാം. അത് ബോധപൂർവമായിരുന്നില്ല എന്നു സാരം. അമിത ദുഃഖം മൂലമുള്ള ഭർത്താവിൻ്റെ ശരീരചലനങ്ങളെ അതിസൂക്ഷ്മമായി വർണ്ണിക്കുന്നു. ഭർത്താവിനെ കേവലം വൈദ്യുതി കൊണ്ട് യാന്ത്രികമായി ഇളക്കുന്ന ഒരു പാവയെപ്പോലെ ചിത്രീകരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ആ പറഞ്ഞില്ലേ, തൻ്റെ ഭാര്യ മരിച്ചതിൻ്റെ വിയോഗത്തിൽ, തൻ്റെ ഭാര്യയുടെ വിയോഗത്തിൽ താൻ കാണിക്കുന്നതൊന്നും തന്നെ, തൻ്റെ ചേഷ്ടകളൊന്നും തന്നെ എന്തല്ലാന്ന് അദ്ദേഹത്തിൻ്റെ നിയന്ത്രണത്തിലല്ല. എന്താണ്? ഒരു യാന്ത്രികമായി പ്രവർത്തിക്കുന്ന ഒരു യാന്ത്രികമായി പ്രവർത്തിക്കുന്ന ഒരു പാവയെപ്പോലെയാണ് കവി ഇദ്ദേഹത്തിനെ ചിത്രീകരിക്കുന്നത്. ഓക്കെ, അത് മനസ്സിലായോ? ഇനി 2ാമത്തെ വരി, 1-2 മണിക്കൂറിട മനമറിയാ മട്ടി എന്നും പറയുന്ന 6ാമത്തെ വരി. അതിൽ തുടങ്ങുന്നത് പറഞ്ഞാൽ അതിനകത്ത് അർത്ഥം പറയുന്നത് എന്ന് വെച്ചാൽ എന്താണ്? അവബോധാവസ്ഥയ്ക്ക് ശേഷം അയാൾ പ്രിയതമയെ ഓർമ്മിക്കുന്നു. 1-2 മണിക്കൂർ മനസ്സ് പ്രതികരിക്കാത്ത വണ്ണം അബോധാവസ്ഥയിൽ ഉണ്ടായിരുന്നു. ദുഃഖക്കടൽ നീന്താനുള്ള ശ്രമമെല്ലാം അയാൾ നടത്തി നോക്കി. പക്ഷേ സാധിക്കുന്നില്ല. ചെമ്പകം പോൽ തോറ്റുപോകുന്ന ശരീരവുമായി നിലത്തു കിടക്കുന്ന ഭാര്യയെ താങ്ങിയെടുത്ത് മടിയിലിരുത്തി ഭർത്താവ് വിലപിക്കാൻ തുടങ്ങി. ആ ദുഃഖത്തിൽ നിന്ന് അദ്ദേഹം ബോധമില്ലാതെയായി പോകുന്നുണ്ടായി. പക്ഷേ എങ്കിലും ആ ഒരു അവസ്ഥയിൽ നിന്നും അദ്ദേഹത്തിന് കരകയറാൻ പലവട്ടവും ശ്രമിച്ചു നോക്കിയിട്ടും അദ്ദേഹത്തിന് ഇതൊന്നും സാധിച്ചില്ല. അപ്പം തൻ്റെ ഭാര്യയുടെ ചെമ്പകം പോലെ, അത്രത്തോളം വർണ്ണിക്കുക, തൻ്റെ ഭാര്യ അത്ര ഇഷ്ടമാണ്. ചെമ്പകം പോലെയാണ് ശരീരം. ചെമ്പകം പോലും തോറ്റുപോകുന്ന രീതിയിലുള്ള ശരീരത്തെ നിലത്തുനിന്നും തൻ്റെ മടിയിലേക്ക് താങ്ങി നിർത്തിക്കൊണ്ട് അദ്ദേഹം വീണ്ടും എന്ത് ചെയ്തു? വിലപിക്കാൻ തുടങ്ങി. ഇനി 7ാമത്തെ, മാനം മര്യാദ മാനപ്രണയ മധുരമാം എന്ന് തുടങ്ങുന്ന വരികൾ. ആ വരികൾ ഇമ്പോർട്ടൻസ് ആണ്. അതിനകത്ത് നമുക്ക് എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. ഭാര്യയുടെ ഉത്തമ ജീവിതത്തെ പറ്റി ബാക്കിയുള്ളവർ പ്രശംസിക്കട്ടെ. മാനവും മര്യാദയും പുലർത്തിയാണ് അവൾ ഇന്നുവരെ ജീവിച്ചത്. എല്ലാ ഗുണവും തികഞ്ഞവളായിരുന്നു അവൾ. ജ്ഞാനവും ധ്യാനവും യോജിച്ച അവളുടെ അന്ത്യയാത്രയും ആനന്ദത്തോടെയാകട്ടെ. ആ പ്രശംസയും ആത്മാവിന് സന്തോഷമാകട്ടെ. ഇങ്ങനെ ഭർത്താവ് ഭാര്യയ്ക്ക് മംഗളാശംസകൾ നൽകുന്നു. എന്താ? തൻ്റെ ഭാര്യ മാനവും മര്യാദയൊക്കെ പുലർത്തി ജീവിച്ച ഒരു സ്ത്രീ ആയിരുന്നു. ഒരു ഉത്തമ ഭാര്യ കൂടി. ഉത്തമ ജീവിതത്തെപ്പറ്റി, ഭാര്യയുടെ ഉത്തമ ജീവിതത്തെപ്പറ്റി അദ്ദേഹം പ്രശംസിക്കുകയാണ്. അങ്ങനെയായാൽ ജ്ഞാനവും ധ്യാനവും ഒക്കെയുള്ള ഒരു സ്ത്രീ ആയതിനാൽ അവൾക്ക് എന്ത് കിട്ടണമെന്ന്, അവളുടെ അന്ത്യയാത്ര അത്രത്തോളം നല്ലയാവണം, ആത്മാവിന് ശാന്തി കിട്ടണം എന്ന് അദ്ദേഹം ആഗ്രഹിക്കുകയാണ് ഈ വരികളിൽ. ഇനി അടുത്തത്,
ഈ വരികൾ ആഗ്രഹിച്ചിട്ട് ഇത് പറഞ്ഞതിന് ശേഷം അദ്ദേഹം പറയാ 8ാമത്തെ വരികളിൽ സ്വാതന്ത്ര്യത്തോടു കൂടി സ്വയം ഉയരുമൊരി എന്ന് തുടങ്ങുന്ന വരികളിൽ പറയുന്നതെന്ന് പറഞ്ഞാൽ തൻ്റെ ഭാര്യയ്ക്ക് എന്താണ് സ്വർഗം കിട്ടണമെന്ന് അദ്ദേഹം ചിന്തിക്കുകയാണ്. തൻ്റെ ഭാര്യയ്ക്ക് സ്വർഗം കിട്ടണമെന്ന് ആഗ്രഹിക്കുകയാണ്. സ്വർഗത്തിലെ ദേവസ്ത്രീകൾ അവളെ സ്വീകരിക്കുകയും സിംഹാസനത്തിൽ ഇരുത്തുകയും ചെയ്യും. പരേതയുടെ ആത്മാവ് നന്ദനോദ്യാനത്തിൽ നിന്നും വീശിയടിക്കുന്ന കാറ്റ് കൊള്ളുമാറാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഉത്തമയായ ഭാര്യ സ്വർഗത്തിൽ തന്നെ പോകുമെന്നും അവിടെ അവൾക്ക് നല്ല ജീവിതം ലഭിക്കുമെന്നും അയാൾ വിശ്വസിക്കുന്നു. ഭൂമിയിലെ എല്ലാ സങ്കടങ്ങളും വിട്ടുമാറി അവൾ സ്വർഗത്തിലെ ഉദ്യാനത്തിൽ സന്തോഷത്തോടെ ജീവിക്കട്ടെ എന്നും അയാൾ ആശംസിക്കുന്നു. ഓക്കെ, മനസ്സിലായില്ലേ? അദ്ദേഹം തൻ്റെ ആത്മാവിന് ശാന്തി കിട്ടട്ടെ, തൻ്റെ ഭാര്യയുടെ ആത്മാവിന് ശാന്തി കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചു. അടുത്ത എന്താണ്? തൻ്റെ ഭാര്യയുടെ ആത്മാവിന് സ്വർഗം കിട്ടട്ടെ, മരണശേഷമുള്ള ജീവിതം, മരണാന്തര ജീവിതത്തിൽ വിശ്വാസം അർപ്പിക്കുകയാണ് ഇപ്പോൾ അദ്ദേഹം ചെയ്യുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ? അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് സ്വർഗം കിട്ടട്ടെ എന്നും അവിടെ തൻ്റെ സ്ത്രീകൾ അവളെ സ്വീകരിക്കട്ടെ എന്നും സിംഹാസനത്തിൽ ഇരുത്തട്ടെ എന്നും ഒക്കെ അദ്ദേഹം ആശംസിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യാണ്. 9ാമത്തെ വരിയിൽ ആശാവേശം നിമിത്തം ചിലതു വനുര എന്ന് പറയുന്ന വരികളിൽ എന്താണ്? യാഥാർത്ഥ്യം എന്ന സംശയം കൊണ്ട് അവൾക്ക് സ്വർഗം കിട്ടണമെന്നോ ഒന്നും പെട്ടെന്ന് തീരുമാനിക്കാനാകില്ല എന്നും ആ മനസ്സിൽ പിന്നെന്തെങ്കിലും ചിന്തിക്കുവാനാകുമോ എന്ന് പറയാൻ പ്രയാസമെന്നും കൂട്ടിച്ചേർക്കുന്നു. അദ്ദേഹം പറയാം, ആഗ്രഹത്തിൻ്റെ ആവേശ നിമിത്തത്താൽ ഞാൻ പറഞ്ഞതാണ്. സ്വർഗം അങ്ങനൊരു സങ്കല്പമുണ്ടോ എന്നുള്ളൊരു ചിന്ത വരികയാണ് അദ്ദേഹത്തിന്. അങ്ങനൊരു സങ്കല്പം ഉണ്ടോ? അങ്ങനൊരു കാര്യമുണ്ടോ? തൻ്റെ തത്വമില്ലായ്മയില്ലെന്നും ഒരു തത്വവുമില്ലാത്ത രീതിയിൽ ഈ തത്വങ്ങളെ ഭിന്നമാക്കുകയാണ് ചെയ്യുന്നത് എന്നും പറയുന്നു. മരണാനന്തര ജീവിതത്തെക്കുറിച്ച് ഉറപ്പിച്ചൊന്നും പറയാനാകില്ല എന്നും അദ്ദേഹം പറയുകയാണ്. എന്താണ്? മരണാനന്തര ജീവിതത്തിൽ എന്താണ്? വിശ്വാസം അർപ്പിച്ച വ്യക്തി പിന്നീട് വിശ്വാസമില്ലാത്ത രീതിയിൽ അവതരിപ്പിക്കണം. അതിനെക്കുറിച്ചുള്ള ഒരു തത്വങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലല്ലോ എന്ന് കവി പറയുകയാണ്. ഇനി അടുത്ത വരി എന്ന് പറഞ്ഞാൽ എന്താ? 10ാമത്തെ വരി, ദേവന്മാരുള്ള നാടും നരകവും ഇല്ലിവിടെ എന്ന്. ഓക്കെ, അടുത്ത വരികളിൽ പറയും എന്താണ്? ഇപ്പം പറഞ്ഞ വരികളിൽ വീണ്ടും അദ്ദേഹം പറഞ്ഞ് വിശദമാക്കുകയാണ്. പ്രചാരമുള്ള 2 തത്വപ്രകാരം സൗഭാഗ്യകരമായ ആനന്ദമാണല്ലോ നമ്മുടേത്. ദേവന്മാരുള്ള സ്വർഗവും നരകവും ഇവിടെ തന്നെ. നമ്മുടെ പ്രണയ ജീവിതവും സ്വർഗതുല്യമായിരുന്നു. പ്രാണികൾക്കും പുനർജന്മമുണ്ട് എന്നത് പ്രകാരം അടുത്ത ജന്മം നമുക്ക് ഒന്നിച്ച് പരമാനന്ദം അനുഭവിക്കാമെന്നും നായകൻ ആശ്വസിക്കുന്നു. ഓക്കെ, നായകൻ എന്താണ്? അതിനോടൊപ്പം തന്നെ വീണ്ടും പറയുക, ദേവന്മാരുള്ള സ്വർഗവും നരകവും ഇവിടെ തന്നെ, ഭൂമിയിൽ തന്നെയാന്ന് പറയുക. നമ്മുടെ പ്രണയ ജീവിതവും സ്വർഗതുല്യമായിരുന്നു എന്ന് പറയുന്നു. ഇനി എന്താണ്? പ്രാണികൾക്ക് പുനർജന്മമുണ്ട് എന്നത് പ്രകാരം അടുത്ത ജന്മം നമുക്ക് ഒന്നിക്കാമെന്ന് അദ്ദേഹം ആശ്വസിക്കുകയാണ്. അടുത്ത 11ാമത്തെ വരി, അതിനകത്തെന്ന് പറഞ്ഞാൽ സ്ത്രീകളുടെ പ്രധാന ഗുണം ഭർത്താവിനോടുള്ള നിഷ്കളങ്ക പ്രേമമാണെന്ന് കവി പറയുന്നു. സ്ത്രീകളുടെ പ്രധാന ഗുണം എന്താണ്? ഭർത്താവിനോടുള്ള നിഷ്കളങ്കമായ പ്രേമമാണെന്ന് കവി പറയുന്നു. യൗവന ആരംഭത്തിലുള്ളതും യുവാക്കൾക്കും ഹരം പകരുന്നതുമായ ഗാനങ്ങൾ നീ ഒരിക്കലും പാടാറില്ല. നീ എനിക്ക് നൽകുന്ന അത്ഭുതമായ പ്രേമരസമാണെന്നും കവി പറയുന്നു. എന്താണ്? മറ്റു യുവാക്കളെ ഒന്നും തന്നെ എന്താണ് തന്നിലേക്ക് ആകർഷിക്കുന്ന രീതിയിലുള്ള ഒരു ഗാനങ്ങളും അവളൊന്നും പാടാറില്ല. എന്താണ്? ഭർത്താവിനോടുള്ള സ്നേഹമാണ് അവിടെ വ്യക്തമാക്കുന്നത്. തൻ്റെ ഭർത്താവിനോട് തനിക്ക് അത്രത്തോളം സ്നേഹമുണ്ട്, അതുകൊണ്ട് മറ്റൊരു പുരുഷനും തന്നിൽ ആകൃഷ്ടയാക്കില്ല എന്നും കവി പറയുകയാണ്. ഇനി 12ാമത്തെ വരിയിലെന്ന് പറഞ്ഞാൽ എന്താണ്? കാട്ടിൽ എത്രയോ ഭംഗിയും മണവുമുള്ള കുസുമങ്ങളാണ് തങ്ങളുടെ സുഖം കാറ്റിൽ പരത്തുന്നത്. അതുപോലെ നവരത്നങ്ങളും പ്രസ്തുത പൂക്കളും ആരും ശ്രദ്ധിക്കാതിരുന്നാൽ ക്രമേണ ഒരിക്കൽ പ്രസിദ്ധമായി വരുമെന്നും നായകൻ പറയുന്നു. ജീവിച്ചിരുന്നപ്പോൾ ഉത്തമ ഗുണങ്ങളുണ്ടായിരുന്ന ഭാര്യയുടെ കഴിവുകൾ മരണശേഷവും കീർത്തിയായി ശോഭിക്കുന്നുവെന്ന് ഈ വരികളിലൂടെ വ്യക്തമാക്കാം.
തോമസ് ഗ്രേയുടെ വിലാപകാവ്യത്തിലെ വരികളുടെ സ്വാധീനം ഈ ഭാഗത്തും പ്രകടമാകുന്നുണ്ട്. ഈ വരികൾ നോട്ട് ചെയ്ത് വെക്കുക. ഇതും അനോട്ടേഷനായി ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇനി 13ാമത്തെ വരി. ഭാരതീയ വനിതകളായ റാണി പത്മാവതി, സരളാദേവി എന്നിവരെ പറ്റി പറയുന്നു. അവരുടെ ധർമ്മം, വാഗ്വിലാപം, യുദ്ധം, നൈപുണ്യം, പരിശുദ്ധി എന്നിവ തൻ്റെ ഭാര്യയിലും അയാൾ ആരോപിക്കുന്നു. അവ നിനക്കുമുണ്ട്, എന്നാൽ വെറും കണ്ണുകൊണ്ട് ഹൃദയത്തിനുള്ളിലിരിക്കുന്ന ഗുണം എങ്ങനെ നോക്കി കാണാനാകുമെന്ന് കവി ചോദിക്കുന്നു. ഓക്കെ, എന്താണ് റാണി പത്മാവതിയുടെയും സരളാദേവിയുടെയും എല്ലാ ഗുണങ്ങളും, ധർമ്മവും, വാഗ്വിലാപവും, യുദ്ധവും, നൈപുണ്യവും, പരിശുദ്ധിയും എല്ലാം തന്നെ നിന്നിലുണ്ട്. എന്നാൽ എന്താണ്, ഹൃദയത്തിനുള്ളിലിരിക്കുന്ന ഈ ഗുണങ്ങൾ എങ്ങനെയാണ് ഞാൻ നോക്കി കാണാൻ കഴിയുന്നതെന്നാണ് കവി പറയുന്നത്. എന്നിട്ട് എന്താണ് 14ാമത്തെ വരിയിൽ എന്താണ് അദ്ദേഹം ഇത് പറഞ്ഞതിന് ശേഷം അദ്ദേഹം വീണ്ടും പറയും, ഇനി നിന്റെ ഗുണങ്ങൾ പറഞ്ഞിട്ട് എന്ത് ചെയ്യാനാ? തൻ്റെ ഭാര്യയുടെ ഗുണങ്ങൾ ഇനി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല എന്ന് അദ്ദേഹം ആലോചിക്കുക. മനോഹരമായി പുഞ്ചിരിക്കുന്ന നിന്റെ ചുണ്ടുകൾ ചലിക്കാതിരിക്കുന്നു, മനോഹരമായ കണ്ണുകളുടെ കാന്തിയും മങ്ങി, കാലം നിന്റെ മേൽ നിഷ്കരുണതയോടെ കൈവച്ചു കഴിഞ്ഞു, പ്രകൃതിയുടെ തിരമാല നിന്നെ അടിച്ചു താഴെയിട്ടു, ഇനി എന്ത് ചെയ്യാനാകുമെന്നും അയാൾ ചോദിക്കുന്നു. ഓക്കെ, ഇത്രയേ ഉള്ളൂ പറയുന്നത്. അതിനകത്ത് എന്താണ്, ഇനി പറഞ്ഞിട്ട് തൻ്റെ ആ സ്ത്രീയുടെ ഗുണങ്ങളെ ഇനി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. എന്താണ്, അവൾക്ക് മരണം സംഭവിച്ചു. മരിച്ചൊരു വ്യക്തിയെക്കുറിച്ച് ഇനി പറഞ്ഞിട്ട് കാര്യം എന്തെങ്കിലും ഉണ്ടോ? അപ്പോൾ അതിനെക്കുറിച്ച് ആലോചിച്ച് വീണ്ടും അദ്ദേഹം വിലപിക്കുകയാണ്. ഇനി അടുത്ത 15ാമത്തെ വരി. പ്രകൃതിയുടെ മാറ്റം അനിർവചനീയമാണ്, ലോകം നാടകരംഗമാണെന്ന ഷേക്സ്പിയർ തത്വം അവിടെ ഇരിക്കട്ടെ. മജ്ജമലത്താൽ നിർമ്മിതമായ ശരീരം അത്ര ഉത്കൃഷ്ടമാണോ എന്ന് അയാൾ ചോദിക്കുന്നു. ജീവിതം നാടകമാണെന്നും നമ്മളോട് ഓരോരുത്തരും അതിൽ നടന്മാരാണെന്നുള്ള തത്വം ഇവിടെ സൂചിപ്പിക്കുന്നു. അനശ്വരമായ ഭൂമിയിൽ ഉള്ളതെല്ലാം നശിക്കുമെന്നും ആശ്വസിക്കുന്നു. ശരീരത്തിൻ്റെ നശ്വരതയിൽ ലൂന്നുകയാണ് അയാൾ. പ്രകൃതിയിൽ അതിവേഗം മാറ്റങ്ങൾ ഉണ്ടാകുന്നു. ആ മാറ്റമാണ് ഭാര്യയുടെ ഈ വേർപാട്. ഓക്കെ, എന്താണ്, പ്രകൃതിക്ക് അനേകം മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ആ മാറ്റമാണ് തൻ്റെ ഭാര്യയുടെ വേർപാട് എന്ന് പറയുന്നുണ്ട്. മാറ്റം എന്താണ്, പ്രകൃതിക്ക് അനിവാര്യമാണെന്നും പ്രകൃതിയുടെ മാറ്റത്തിൻ്റെ ഒരു ഇതാണ് തൻ്റെ ഭാര്യ മരിച്ചതെന്നും കവി പറയുന്നു. എന്താണ്, പിന്നെന്താണ്, പ്രകൃതി എന്നൊരു നാടകത്തിൻ്റെ ജീവിതം എന്ന നാടകത്തിൻ്റെ നായിക നടന്മാരാണ് നമ്മളെന്നും സൂചിപ്പിക്കുന്നുണ്ട് കവി ഇവിടെ. ഇനി അടുത്തത് 16ാമത്തെ വരി. ഓക്കെ, ഞാൻ ഇത്രയും പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. മനസ്സിലാവുന്നില്ലെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. മനസ്സിലായാലും ഒന്ന് പറഞ്ഞേക്കണേ. ഞാനിനി എന്തെങ്കിലും മാറ്റം വരുത്തണോ ഇല്ലയോ എന്നറിയാൻ വേണ്ടിയിട്ടാണ്. ഇനി അടുത്തത് 16ാമത്തെ വരി. പ്രപഞ്ചത്തിൻ്റെ നിർമ്മാതാവും ഭരണകർത്താവുമായ സർവേശ്വരൻ്റെ അനുഗ്രഹങ്ങൾക്കനുസരിച്ച് ലോകങ്ങൾ ഓരോ തരത്തിൽ തിരിഞ്ഞിരിക്കുന്നു. ലോകഗതി നിയന്ത്രിക്കാൻ മനുഷ്യന് ഒരിക്കലും സാധ്യമല്ല. ദൈവത്തിൻ്റെ തീരുമാനങ്ങളാണ് ഈ ലോകത്ത് നടക്കുന്നതെന്നും അതിൽ ഇടപെടാനോ അതിനെ മാറ്റിമറിക്കുവാനോ മനുഷ്യർക്ക് കഴിയില്ല എന്നും പറയുന്നതിലൂടെ മനുഷ്യൻ്റെ നിസ്സാരതയും നിസ്സഹായതയും ഇവിടെ വെളിവാകുന്നു. എന്താണ്, ഈശ്വരൻ്റെ അദ്ദേഹം എന്നിട്ട് എന്താണ്, ഞാൻ പറഞ്ഞില്ലേ, വിലാപത്തിൽ തുടങ്ങി എന്തിലേക്ക് പോകുന്നുണ്ട്, ദാർശനികതയിലേക്ക് അല്ലെങ്കിൽ ധാർമ്മികതയിലേക്ക് പോകുന്നുണ്ട്. ധാർമ്മികതയിലേക്ക് പോകുകയാണെങ്കിൽ എന്താ ഉണ്ടാകുന്നത്, അപ്പോഴത്തേക്ക് ഈശ്വര വിശ്വാസങ്ങളോ ആത്മീയതയൊക്കെ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കും. ഇവിടെ ഇപ്പോൾ എന്താണ്, ഈശ്വരൻ്റെ വിളയാട്ടമാണ്, ദൈവത്തിൻ്റെ വിളയാട്ടമാണ് ഇതെല്ലാം എന്ന് കവി പറയുകയാണ്. 17ാമത്തെ വരി എന്ന് പറയുമ്പോൾ, മരണം സർവ്വസാധാരണമായ ഒന്നാണ്, മരണത്തിന് ഉച്ചനീചത്വമില്ല. ഈ തത്വത്തെ ഓർത്തുകൊണ്ട് ഭാര്യ മരിച്ച അയാൾ ആശ്വസിക്കുന്നു. കവിത കൊണ്ടുള്ള പ്രസക്തിയും സൂക്ഷിച്ചു പോന്ന മാന്യഭാവവും ഉണ്ടാക്കിയെടുക്കുന്ന പ്രതാവുമെല്ലാം അവസാനം മരണമെന്ന ബിന്ദുവിൽ കേന്ദ്രീകരിക്കപ്പെടുന്നു. മരണമേവരെയും തുല്യരാക്കുന്നു. പല നിലയിലും രീതിയിലും ജീവിച്ചു പോന്നിരുന്നവരെല്ലാം മരണത്തിൻ്റെ മുന്നിലെത്തുമ്പോൾ സമന്മാരാകുന്നു. സാഹചര്യമാണ് ഈ വരികൾ സൂചിപ്പിക്കുന്നത്. എന്താണ്, എന്തെല്ലാം ഉണ്ടായാലും എന്തൊക്കെയായാലും ഏതൊക്കെ രീതിയിലാണെങ്കിലും എല്ലാ മനുഷ്യരും എല്ലാ ജനങ്ങളും എല്ലാം എങ്ങനെ ആവുന്നു,
മരണത്തിന് മുന്നിൽ സമന്മാരാകുന്നു. ജനിച്ചാൽ ഒരു നാൾ എന്ത് ചെയ്യണം? മരിക്കുക തന്നെ വേണം. നമ്മുടെ മരണശേഷം നമ്മളെല്ലാം വെറും ഒരു ശരീരമായി മാറുന്നു. അതാണ് ആ വരികളിൽ പറയുന്നത്. 18ാമത്തെ വരി എന്ന് പറഞ്ഞാൽ പ്രഭാത സൂര്യൻ റോസാപ്പൂവിനെ തലോടുന്നു, അതിൻ കവിൾത്തടം ചുമക്കുന്നു. അങ്ങനെ ശോഭിക്കുമ്പോഴും വരാനിരിക്കുന്ന കൊടിയ ആപത്തിനെ പറ്റി അവൾ അറിയുന്നില്ല. അത് അപ്രതീക്ഷിതമായി പതിക്കുന്നു. ഈ സന്ദർഭത്തിനോട് ഭാര്യയുടെ വിയോഗത്തെ നായകൻ ഉപയോഗിക്കുന്നത്. എന്താണ് അതിൽ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ, സൂര്യകിരണങ്ങൾ ആ റോസാപ്പൂവിന്മേൽ വന്ന് പതിക്കുമ്പോൾ അവൾ അത്ര ഭംഗിയോടെയാണ് വിടരുന്നത്. വിടരുമ്പോൾ അത് ആ വിരിഞ്ഞ പൂവിനറിയില്ലല്ലോ ഒരിക്കലും താൻ ഒരിക്കൽ നിലത്ത് വീണു പോകുന്നതാണെന്ന്. അപ്പോൾ ആ ആപത്തിനെ കുറിച്ച് അവൾ ചിന്തിക്കുന്നില്ല. അതുപോലെ ആയിരുന്നു തൻ്റെ ഭാര്യയും. അത്രത്തോളം ശോഭിച്ച് നിൽക്കുകയായിരുന്നു. പെട്ടെന്നായിരുന്നു എന്ത് ചെയ്തത്? തൻ്റെ ഭാര്യയുടെ വിയോഗവും. ഇനി 19ാമത്തേന്ന് പറഞ്ഞാൽ, വെണ്ണിലാവിൽ കുളിർമയോട് കൂടി ശോഭിച്ചും സുഗന്ധപ്പൊടിവിൽ വിതറിയും വിളങ്ങുന്ന മുല്ലപ്പൂവ് ഉച്ചയോടുകൂടി ഉണങ്ങിക്കരിയുന്നു, അതിൻ്റെ ഇതൾ പൊഴിയുന്നു. അതോർത്ത് വിമലമതി എന്നുവെച്ചാൽ കളങ്കമില്ലാത്ത ചന്ദ്രൻ വൃത പൊഴിക്കുന്ന ബാഷ്പമാണ് മഴത്തുള്ളി. അതാണ് പുലരിയിൽ കാണുന്ന മഴത്തുള്ളി എന്ന് നായകൻ പറയുന്നു. കരഞ്ഞിട്ട് കാര്യമില്ലെന്നും വരാനുള്ളത് വരുമെന്നും അയാൾ പരിതപിക്കുകയാണ്. എന്നുവെച്ചാൽ രാത്രി വിരിഞ്ഞ ആ മുല്ലപ്പൂ ഉച്ചയോടെ കരിഞ്ഞു പോകുന്നു. രാത്രിയിലെത്തുന്ന ചന്ദ്രൻ അവളെ ഓർത്ത് കരഞ്ഞതിനെ തുടർന്നാണ് പുലരിയിലെ മഴത്തുള്ളികൾ എന്ന് പറയുന്നത്. ആ കണ്ണുനീരുകളെയാണ് പുലരിയിലെ മഴത്തുള്ളികളോട് ഉപമിക്കുന്നത്. ഇനി കരഞ്ഞിട്ട് കാര്യമില്ലെന്നും വരാനുള്ളത് വരുമെന്നും അദ്ദേഹം പറയുന്നു. തൻ്റെ ഭാര്യയുടെ വിയോഗത്തെയാണ് ഇങ്ങനെയല്ല അദ്ദേഹം പറയുന്നത്. തത്വജ്ഞാനം കൊണ്ട് അടുത്ത 20ാമത്തെ വരി തത്വജ്ഞാനം കൊണ്ട് കണ്ണ് തെളിയിക്കാൻ നായകൻ ശ്രമിക്കുന്നു. എങ്കിലും അതിൽ ദുഃഖമാകുന്ന മഷി പറ്റിപ്പിടിക്കുക തന്നെ ചെയ്യുമെന്ന് അയാൾ പറയുന്നു. ഈ പ്രപഞ്ചിക തത്വമറിയുന്നവന് ഇതാണ് അനുഭവമെങ്കിൽ വെറും വേഷം കൊണ്ട് സന്യാസിയായി അഭിനയിക്കുന്നവന് ഭൗതിക ശക്തി വിട്ടുകൊടുക്കുന്നത് എങ്ങനെയെന്നും നായകൻ ചോദിക്കുന്നത്. തത്വജ്ഞാനം അറിയുന്ന തനിക്ക് തന്നെ ഇതൊക്കെ ഭയങ്കര വലിയൊരു വിരഹ ദുഃഖമായി തോന്നുന്നുണ്ട്. അപ്പോൾ സന്യാസ വേഷം അഭിനയിക്കുന്ന തത്വം അറിയാമെന്ന് കാണിക്കുന്ന വ്യക്തികൾ എങ്ങനെ ഇതിനെ ഉൾക്കൊള്ളുമെന്നാണ് കവി പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പം ഇനി അടുത്ത എത്രാമത്തെ വരിയാണ്? 21ാമത്തെ വരി. മൊത്തം നമുക്കൊരു 27 വരിയുണ്ട് ഇപ്പം നമ്മൾ 21ാമത്തെ വരിയായി. അതിനകത്ത് പറഞ്ഞാൽ മരണതുല്യമായ ജീവിതമായി അയാൾക്ക് ഈ അവസ്ഥ അനുഭവപ്പെടുന്നു. ഭാര്യ മരിച്ചതിനുള്ള ദുഃഖം മൂലം ഭർത്താവും മരിച്ച കാലൻ്റെ വാതിൽക്കൽ പോയി മടങ്ങി വന്ന മട്ടിലിരിക്കുകയാണ് അയാൾ. ജീവിതത്തിൽ കൂട്ടായിരുന്ന ഭാര്യയുടെ മരണം ഒരർത്ഥത്തിൽ അയാളുടെ കൂടി മരണമാകുന്നു. ഈ തിരിച്ചറിവാണ് അയാൾ കൂടുതൽ ഹതാശനാക്കുന്നത് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ അദ്ദേഹം മരിച്ചു. അദ്ദേഹത്തിൻ്റെ ഭാര്യ മരിച്ചപ്പോൾ അദ്ദേഹം മരിച്ചതിന് തുല്യമായി എന്നാണ് പറയുന്നത്. തൻ്റെ ഭാര്യയുടെ മരണം ഒരർത്ഥത്തിലും അയാൾക്ക് മരണമായി തന്നെ തോന്നുന്നുണ്ട്. ഇനി അടുത്ത വരി എന്ന് പറഞ്ഞാൽ 22ാമത്തെ വരിയാണ്. നമുക്ക് അതിനകത്ത് നായകൻ്റെ വിരഹ ദുഃഖത്തെ അന്നത്തെ വർഷകാലവുമായി ബന്ധിപ്പിക്കുന്നു. വർഷകാലത്തെ നായികയുടെ മരണത്തെയും നായകൻ്റെ വിരഹ ദുഃഖത്തെയും ബാഹ്യ അന്തരീക്ഷ പ്രകൃതിയെയും കൂട്ടിച്ചേർക്കുന്നു. ജീവിതത്തിൽ കൂട്ടായിരുന്ന ഭാര്യയുടെ മരണം പ്രകൃതിയിൽ മഴ നിറഞ്ഞു പെയ്യുന്നത് പോലെ നായകൻ്റെ മനസ്സിലും കണ്ണീർ മഴ പെയ്യുകയാണ്. തോരാതെ പെയ്യുന്ന മഴ പോലെ നായകൻ്റെ ദുഃഖവും മാറുന്നില്ല. ആ മഴയെ തൻ്റെ കണ്ണീരും ഒരുപോലെയാണ്. അന്നത്തെ ആ ഒരു വർഷകാലം തൻ്റെ മനസ്സിലെ ദുഃഖത്തിൽ ഉണ്ടാകുന്ന കണ്ണുനീര് അത് ആ കണ്ണീർ മഴ ഒരിക്കലും തോരാതെ നിൽക്കുകയാണെന്ന് അദ്ദേഹം പറയുന്നു. 23ാമത്തെ വരിയിലെന്ന് വെച്ചാൽ നായകൻ തൻ്റെ ഭാര്യയുടെ ജീവിതം മംഗളതരമായിരുന്നു എന്ന് അനുസ്മരിക്കുന്നു. അവളുടെ മനംസ്ഥിതി മഞ്ഞുകട്ട പോലെ അലിയുന്നതായിരുന്നു. നായിക ആഡംബര ജീവിതം നയിച്ചിരുന്നില്ല.
മുഖത്ത് ചന്ദനക്കുറി മാത്രമേ അണിഞ്ഞിരുന്നുള്ളൂ. നടിമാരുടെ അലങ്കാരമൊന്നും കൂടാതെ അവൾ ലോകമാകുന്ന അരങ്ങിൽ ഭംഗിയോടെ ശോഭിച്ചെന്നും അയാൾ ഓർമ്മിപ്പിക്കുക. എന്താണ്? തൻ്റെ ഭാര്യയുടെ മഹത്വം, തൻ്റെ ഭാര്യയുടെ സൗന്ദര്യത്തെ വർണ്ണിക്കുകയാണ്. എന്താണ്? ഒരു ചായം പോലും പുരട്ടാതെ തന്നെ തൻ്റെ ഭാര്യ അതീവ സുന്ദരിയാണെന്ന് പറയുകയാണ്. ഓക്കെ, ഇനി അടുത്ത 24ാമത്തെ വരി. നായികയുടെ ജീവിതാവസ്ഥയിൽ വിധി ഏൽപ്പിച്ച് മങ്ങലിനെ പറ്റി പറയുന്നു. എന്താണ് വിധി എന്ന് വെച്ചാൽ വേറൊന്നുമല്ല, തൻ്റെ ഭാര്യയ്ക്കുണ്ടായ ഈ അവസ്ഥയെക്കുറിച്ച് നായിക പറയുകയാണ്. നായിക രംഗത്ത് ശോഭിച്ചിരുന്നപ്പോൾ തന്നെ വിധിയാകുന്ന കർട്ടൻ വീണു. ഇനി ജീവിതത്തിൽ മുറിവേറ്റ് ക്ഷീണിച്ചാണ് താൻ കഴിയേണ്ടി വരികയെന്നും അയാൾ കേഴുന്നു. മനോഹര ജീവിതത്തിന് അപ്രതീക്ഷിതമായ വിരാമം പോലെ ഭാര്യയുടെ മരണം അയാൾ ഓർമ്മിക്കുന്നത്. എന്താണ്? അത്രത്തോളം ശോഭിച്ചു നിന്ന സമയത്താണ് തൻ്റെ ഭാര്യ മരണപ്പെട്ടത് എന്നാണ് കവി പറയുന്നത്. ഇനി ആ മരണത്തിൽ ഉണ്ടായ തൻ്റെ മനസ്സിനേറ്റ ആ മുറിവിലോ ആ വേദനയോടെ താൻ ഇനിയും ജീവിക്കണം എന്ന് കവി പറയുന്നു. ഇനി 25ാമത്തെ വരി. നേരം വെളുത്ത് ഞാൻ മുറ്റത്തേക്കിറങ്ങുമ്പോൾ കാറ്റിൻ്റെ ആശ്ലേഷത്തിലിരിക്കുന്ന കൈതപ്പൂവ് തന്നെ എന്നെ പരിഹസിക്കുമെന്നും, അതായത് തന്നെ കവിയെ പരിഹസിക്കുന്നുവെന്നും നായകൻ പറയുന്നു. അയാളുടെ ഏകാന്തതയാണ് വരികളിൽ നിറയുന്നത്. നേരം വെളുത്ത് മുറ്റത്തിറങ്ങുന്നത് കൊണ്ട് ഒറ്റയ്ക്കാണെന്നും യാഥാർത്ഥ്യം അയാൾ അഭിമുഖീകരിക്കുന്നു. പ്രകൃതി പോലും തന്നെ പരിഹസിക്കുമെന്ന് അയാൾ ഓർക്കുന്നു. എന്താണ്? രാവിലെ നേരം വെളുക്കുമ്പോഴും താൻ ഒറ്റപ്പെട്ടു എന്ന സത്യം അദ്ദേഹം അപ്പോഴാണ് തിരിച്ചറിയാൻ പോകുന്നത്, നാളെ നേരം വെളുക്കുമ്പോൾ. അപ്പോൾ എന്താണ്? തന്നെ പ്രകൃതി പോലും എന്താണ് പരിഹസിക്കുമെന്ന് അയാൾക്ക് തോന്നുകയാണ്. താൻ ഒറ്റപ്പെട്ടു പോയി എന്ന് പ്രകൃതി പോലും തന്നെ പരിഹസിക്കുമെന്ന് അദ്ദേഹം ചിന്തിക്കുകയാണ്. അടുത്തെന്താണ്? 26ാമത്തെ വരിയിൽ, ചന്ദ്രൻ നിന്റെ ചാമ്പലിൽ തൊടുമ്പോൾ സംതൃപ്തി ലഭിക്കും. കാറ്റ് മൂലം വിറയ്ക്കുന്ന ആരാമവള്ളികളെ നീ സ്നേഹപൂർവ്വം തലോടുകയും നനയ്ക്കുകയും ചെയ്യാറുണ്ടല്ലോ. അതുകൊണ്ടാണ് നീ വെണ്ണീർ ശ്മശാനത്തിൽ കിടക്കുമ്പോൾ ചന്ദ്രൻ നിന്നെ സ്പർശിച്ച് സംതൃപ്തി നേടുന്നത്. കാരണം ചന്ദ്രൻ ഔഷധധീശൻ ആണെന്നും നായകൻ പറയും. എന്താണ് ഔഷധീശൻ എന്ന് പറഞ്ഞാൽ? ചന്ദ്രനെയാണ് പറയുന്നത്. ഔഷധീശൻ എന്ന് പറഞ്ഞാൽ ചന്ദ്രനാണ്. അപ്പം എന്താണ് പറയുന്നത്? നിൻ്റെ മരണം, നിൻ്റെ ആ ചാമ്പലിൽ എന്താണ്? ചന്ദ്രൻ രാത്രി വന്ന് ചന്ദ്രൻ എന്ത് ചെയ്യും? നിന്നെ തൊടുമ്പോൾ ഒരു സംതൃപ്തി ലഭിക്കും എന്ന് പറയുകയാണ്. നീ എന്താ ചെയ്തിട്ടുണ്ട്? കാറ്റ് മൂലം വിറയ്ക്കുന്ന ആരാമവള്ളികളെ നീ എന്ത് ചെയ്തു? സ്നേഹപൂർവ്വം പലപ്പോഴും തലോടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നീ വെണ്ണീർ ശ്മശാനത്തിൽ കിടക്കുമ്പോൾ ചന്ദ്രൻ നിന്നെ സ്പർശിക്കുന്നതെന്നും സംതൃപ്തി നേടുന്നതെന്നും കവി പറയുന്നു. കാരണം എന്താണ്? ചന്ദ്രൻ ഒരു ഔഷധധീശൻ ആണെന്ന്. ഇനി അടുത്ത 27ാമത്തെ വരി, ലാസ്റ്റ് വരിയാണ്. നമുക്ക് 27ാമത്തെ വരി നോക്കാം. ഇനി അടുത്തെന്ന് പറഞ്ഞാൽ, പക്ഷികളുടെ പ്രഭാത കീർത്തനമോ പ്രഭാത സൂര്യൻ്റെ കിരണങ്ങളുടെ ആലിംഗനമോ നിൻ്റെ നിദ്രയ്ക്ക് ഭംഗം വരുത്തുന്നില്ല. ഈ ഉറക്കത്തിൽ നിന്ന് നിന്നെ ആരും ഉണർത്തി ഉപദ്രവിക്കില്ല എന്ന് അയാൾ പറയുന്നു. സർവേശ്വരൻ നിൻ്റെ കണ്ണുകൾ എന്നേക്കുമായി അടച്ച് നിനക്ക് ദീർഘനിദ്ര സൗഭാഗ്യം അനുവദിച്ചിരിക്കുന്നുവെന്നും അയാൾ പറയുന്നു. എന്തെന്ന് വെച്ചാൽ എന്താണ്? പ്രഭാത കീർത്തനങ്ങളോ എല്ലാം രാവിലെ എണീറ്റിരുന്ന തൻ്റെ ഭാര്യയ്ക്ക് ഇനിയൊന്നും തന്നെ അറിയേണ്ടി വരില്ല. അവൾ മരിച്ചു. അവൾ മരിച്ചപ്പോൾ അവളോട് പറയുകയാണ്, ഇനി ഒരിക്കലും നിന്നെ ആരും ശല്യം ചെയ്യില്ല. അതിനു വേണ്ടിയിട്ട് സർവേശ്വരൻ എന്ത് ചെയ്തെന്നോ? നിനക്കൊരു ദീർഘമായ നിദ്ര സൗഭാഗ്യം തന്നിരിക്കുന്നുവെന്ന് നായകൻ പറയുകയാണ്. ഓക്കെ, നമ്മുടെ കവിത ഇവിടെ അവസാനിക്കുകയാണ്. ഓക്കെ, ഇത്രയൊക്കെ പറഞ്ഞത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഇതിലേക്കൊന്ന് കമൻ്റ് ഇട്ടിരുന്നാൽ മതി. ഒന്നും കൂടെ പറഞ്ഞു തരണമെങ്കിൽ പറഞ്ഞു തരാം കേട്ടോ. ഓക്കെ, ശരിയെങ്കിൽ.